നമസ്കാരം. ഈ കഴിഞ്ഞ ജൂൺ മാസം 22-ാം തീയതി മധ്യപ്രദേശിലെ ആ, നേപ്പാ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. ഇതിനോടകം അത് ലോകം എമ്പാടും അറിഞ്ഞ ഒരു വിഷയമാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട 4 സഹോദരന്മാരെ, അവർ ക്രിസ്ത്യാനികളാണ്. അവരുടെ പള്ളിയിൽ ചെന്ന് 150ഓളം പേര് അവരുടെ പള്ളിയിൽ ചെന്ന് ഇവരെ ആക്രമിക്കുകയും അവരെ ആ, വലിച്ചിറക്കി അർദ്ധനഗ്നരായി വഴിയിൽ കൂടെ നടത്തുകയും അവരുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അവരെ അവരെ കൊണ്ട് അവരുടെ വിഗ്രഹത്തെ നമസ്കരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാഴ്ച. ഇത് ആ, നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ അവർ ഹിന്ദുക്കളാണെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അവർ എല്ലാ കാലത്തും ഹിന്ദുക്കളായിട്ട് നിലനിന്നോണം. അതേസമയം അവരുടെ യജമാനന്മാരുടെ അടിമകളായി എന്തെല്ലാം യജമാനന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ആജ്ഞാനവർത്തികളായിട്ട് ജീവിക്കണം. അവർക്ക് വിദ്യാഭ്യാസം അനുവദനീയമല്ല. അവർ ജോലി ചെയ്താൽ എന്ത് കൂലി കൊടുക്കണമെന്ന് അവരുടെ യജമാനന്മാരാണ് തീരുമാനിക്കുന്നത്. യജമാനന്മാരുടെ പറമ്പിൽ പണിയാനും അവരുടെ കന്നുകാലികളെ കുളിപ്പിക്കാനും കന്നുകാലികൾക്ക് ആഹാരം കൊടുക്കാനും അതുപോലെ അവരുടെ കക്കൂസ് കഴുകാനും ഒക്കെയാണ് ഈ ദളിതരായിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് ജന്മമെടുക്കുന്നത് എന്നാണ് ഇത് നമുക്ക് നൽകുന്ന സന്ദേശം. ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന കൂലി തന്നു വരത്തില്ല, ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കത്തില്ല, നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് സാമൂഹികമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല, എന്നാലും നിങ്ങൾ ഞങ്ങളുടെ മതം ഉപേക്ഷിച്ച് പോകരുത്, നിങ്ങൾ മറ്റൊരു മതത്തിൽ പോയി രക്ഷപ്പെടരുത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ച് വലുതാക്കരുത്. ഒരു 100 വർഷം മുമ്പ് എപ്രകാരമായിരുന്നോ നിങ്ങളുടെ ഒക്കെ ജീവിതം, അതേ നിലവാരത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതം ഇനിയും മുമ്പോട്ട് പോകണം. പക്ഷേ അടുത്ത ഒരു ജന്മമുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ 2-3 ജന്മങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ. അന്നേരം ഒരു പക്ഷേ നിങ്ങൾക്ക് ബ്രാഹ്മണരായിട്ടോ ക്ഷത്രിയരായിട്ടോ ഒക്കെ ജനിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മേലിങ്ങനെ കർത്തൃത്വവും അധീശത്വവും ഒക്കെ നടത്താം. അതുവരെ നിങ്ങളങ്ങ് ക്ഷമിക്കുക, ഈ ജീവിതം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇതാണ് ഇന്ത്യയിലെ ദളിതർക്ക് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദേശം. എൻ്റെ അറിവിൽ എന്തുകൊണ്ട് ക്രിസ്തു മതം ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല, വടക്കേ ഇന്ത്യയിൽ എന്തുകൊണ്ട് പാസ്റ്റർമാരെയൊക്കെ അടിക്കുകയും കൊല്ലുകയും വിശ്വാസികളെയൊക്കെ മൃഗീയമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ്: ഈ ക്രിസ്തു മതം എത്തിച്ചേർന്നാൽ പാവപ്പെട്ട വിശ്വാസികൾ സ്വല്പം അറിവും വെളിവും ഒക്കെ ഉള്ളവരായിത്തീരും. അവരുടെ പള്ളികളിൽ അവർ പോവും, ബൈബിള് വായിക്കും, പ്രസംഗങ്ങൾ കേൾക്കും, അവരുടെ മനസ്സ് അറിവുള്ളതാവും, വെളിച്ചമുള്ളതാവും, അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങും, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാവും, അവർ ചെയ്ത ജോലിയുടെ കൂലി അവർ ചോദിക്കും, അവരുടെ മറ്റുള്ളവരുടെ കൂടെയുള്ള തുല്യത അതേപ്പറ്റി അവർക്ക് ബോധ്യമുണ്ടാവും. ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ക്രൈസ്തവ മിഷണറിമാരെയും പ്രവർത്തകരെയും ഒന്നും വടക്കേ ഇന്ത്യയിൽ അവരധികം സ്വാഗതം ചെയ്യാത്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം മതപരമല്ല, സാമ്പത്തികമാണ്. ഈ ഒരു കൂട്ടം ആളുകൾ അവരുടെ മക്കളെ പഠിപ്പിക്കുകയും വിദേശങ്ങളിൽ അയക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ തമ്പുരാന്മാരുടെ പാടത്ത് പണിയാൻ നാളെ ആൾ കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ജനവിഭാഗം എല്ലാ നാളും ഉണ്ടായിരിക്കണം. ഇതാണ് ഇവിടുത്തെ സവർണാധിപത്യത്തിൻ്റെ ഉള്ളിലിരിപ്പ്. അതിനുവേണ്ടി അവർ BJP എന്ന് പറയുന്നൊരു പാർട്ടി അവർ രൂപീകരിച്ചു. ആ പാർട്ടിക്ക് സംരക്ഷണമായിട്ട് ഒരു RSS ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒത്ത് നിന്നുകൊണ്ട് ഈ പണ്ടത്തെ ദളിതരുടെ അവസ്ഥ പണ്ടത്തേതുപോലെ അതുപോലെ നിലനിർത്തും. അതാണ് അവർക്ക് വേണ്ടത്. ഇവിടെ ചാതുർവർണ്ണ്യം വേണം. അതുപോലെ പഴയ മനുസ്മൃതി
പോലുള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും നിയമ അതിലെ നിയമങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കണം. ഇതാണ് ഇവരുടെയൊക്കെ ഉള്ളിലെ ആഗ്രഹം. എന്തായാലും ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ ജനാധിപത്യമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഈ സഹോദരങ്ങളൊക്കെ വിടുവിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ക്രൈസ്തവ സഭയ്ക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ചവിട്ടി മെതിക്കപ്പെട്ട ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്. ആ ഉത്തരവാദിത്വം ഒരിക്കലും മറക്കാതിരിക്കുക. ഉപദ്രവങ്ങളും പിന്നെ പരിഹാസങ്ങളും ഒക്കെ ഈ കൂട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പോലീസ് നമുക്ക് അനുകൂലമായിരിക്കത്തില്ല, ഗവൺമെൻറ് പ്രതികൂലമായിരിക്കും. എന്നാലും ഈ ദൗത്യവുമായിട്ട് ക്രൈസ്തവ സഭ മുമ്പോട്ട് പോകണം. കന്നുകാലികളെപ്പോലെ എല്ലാ കാലവും ജീവിക്കേണ്ടവരാണ് ഇന്ത്യയിലെ ദളിതർ എന്നുള്ള ആശയത്തെ തിരുത്തണം. അതിനുവേണ്ടി എല്ലാ സഭാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച്, കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ച് ഇന്ത്യയിലെ അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. കേരളത്തിൻ്റെ അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മോശമായിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ തമ്പുരാന്മാർ വരുമ്പോൾ ഓടി മാറി ദൂരത്ത് മാറി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദളിതനെ തൊട്ടാൽ തമ്പുരാൻ പോയി കുളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ വൃത്തികെട്ട അവസ്ഥയെ മാറ്റിയെടുത്തത് ഇവിടെ വന്ന ക്രൈസ്തവ സഭയാണ്. ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, ശ്രീനാരായണ ഗുരുവും ശ്രീ അയ്യൻകാളിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് ക്രൈസ്തവ സഭയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പങ്ക് ഇന്ത്യ മുഴുവൻ സഭ അവരുടെ ഈ റോള് നിർവഹിക്കട്ടെ. അതിന് നമുക്ക് സഭയ്ക്ക് വേണ്ടി, സഭയുടെ പ്രവർത്തകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടുത്തെ അന്ധകാരവും അഴുക്കുമൊക്കെ മാറിപ്പോകണമെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വെളിച്ചം എല്ലായിടത്തും എത്തണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രയത്നിക്കാം, കൈകോർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.